നിവർത്തികേടുകൊണ്ട് കൈ നീട്ടുമ്പോഴും അനീസ പറഞ്ഞിരുന്നത് കാലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിയെങ്കിലും ജീവിച്ചേനെന്നായിരുന്നു. ആ വാക്കുകളാണ് ഈ അവസ്ഥയെക്കാളും ഏറെ വേദനിപ്പിച്ചത്. ആ വേദനയ്ക്ക് ഒരു പരിഹാരമാവുകയാണ് ഉടനെ തന്നെ പരസഹായം ഇല്ലാതെ അനീസത്ത നടക്കും. ഡോക്ടർ താഹിറ കല്ലുമുറിക്കലിന്റെ ഇടപെടലിൽ അനീസയ്ക്ക് കൃത്രിമക്കാൽ ഒരുങ്ങുന്നു. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പ്രോസ്തെറ്റിക് കമ്പനിയാണ് ലക്ഷങ്ങൾ വില വരുന്ന കൃത്രിമക്കാൽ സൗജന്യമായി നൽകുന്നത്. സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്താക്ക് കാല് വെച്ച് തരാൻ ഒരാൾ റെഡി ആയിട്ടുണ്ട്. ഈ വുണ്ട് ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ മുറിച്ചിട്ടുള്ള അവിടെ, അതായത് ഇങ്ങനെ ചുരുങ്ങണം, അപ്പൊ സ്കിന്നും ഇതൊക്കെ തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ അത് ആദ്യം ചുരുങ്ങാനുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് ഈ കാലിന്റെ മെഷർമെന്റ് എടുത്തിട്ട് ഈ കാലിന് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാല് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ, പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ആഗ്രഹിച്ച പോലെ ആദ്യം ഒന്ന് നടക്കാം. ഇതിന് മുന്നോടിയായി നടത്തേണ്ട പ്രാരംഭ ചികിത്സകൾ ആരംഭിച്ചു. പ്രമേഹം മൂലം മുട്ടോളം മുറിച്ചുമാറ്റിയ കാലുമായി ഒരമ്മയും മകളും പ്രതിസന്ധിയിലായ വാർത്ത എഡിറ്റോറിയൽ കഴിഞ്ഞ മാസമാണ് റിപ്പോർട്ട് ചെയ്തത്. നിയമക്കുരുക്കുകളും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് അവശയായ ശ്രീലങ്കൻ സ്വദേശിനിക്ക് കൃത്രിമക്കാലുകൾ വലിയ ആശ്വാസമാകും. എനിക്ക് കാല് കിട്ടി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ആർക്കും എന്നെ കൊണ്ട് കഷ്ടം ബുദ്ധിമുട്ടിക്കില്ല. വാർത്ത പുറത്തു വന്നയുടൻ തന്നെ ദുബായ് KMCC പ്രവർത്തകർ അനീസയ്ക്ക് ആവശ്യമായ അടിയന്തര സഹായവും വീട്ടുവാടകയും നൽകിയിരുന്നു. റിയൽ എസ്റ്റേറ്റ് കേസ് പരിഹരിക്കുന്നതിനുള്ള നിയമസഹായവും ദുബായ് KMCCയാണ് നൽകുന്നത്. കൃത്രിമക്കാലുകൾ ലഭിക്കുന്നതോടെ സ്വന്തം കാര്യങ്ങളെങ്കിലും നോക്കാനാകുമല്ലോ എന്ന ആശ്വാസത്തിലാണ് അനീസയും 13-കാരിയായ മകളും.